ആരോടായി ദേഷ്യം? എത്ര നേരമായി ഞാൻ വിളിക്കുന്നറിയോ? ഋഷി ഫോൺ എടുക്കുന്നില്ല. ഉറങ്ങിക്കാണും. ഋഷി ഇവിടെ നമ്മളോടൊപ്പം താമസിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്നിട്ട് വേറെ എവിടെയോ. Why are you so worried? ഋഷിയുടെ കാര്യത്തിൽ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. നത്തിങ്. ഹേയ്, കം ഓൺ. അത് അലീനയും സാന്ദ്രയൊക്കെ വെറുതെ എന്നെ പ്രവോക്ക് ചെയ്യാ. അവളില്ലേ കബനി, ഋഷിക്ക് അവളോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അത് സാധാരണ കൂട്ടുകാരികളുടെ ജോലിയാ. പരിഹസിക്കുക, എരിവ് കയറ്റുക, അതങ്ങനെയാ. ബട്ട് മമ്മി, എനിക്കും ഋഷി അങ്ങനെ ചിന്തിച്ചു എന്നല്ല, എന്തോ ഒരു എന്നാലേ സന്തോഷമുള്ളൊരു കാര്യം മമ്മി പറയട്ടെ. അവളുണ്ടല്ലോ കബനി, അവളുടെ കല്യാണോ? ആണോ? യെസ്. പയ്യനെ അവര് കണ്ടെത്തി. വിവാഹം ഞാൻ നടത്തും. പോ മമ്മി. അതെ, അവൾ ആ വഴിക്ക് അങ്ങ് പോവും. അത് മാത്രമല്ല, നമ്മുടെ റിസോർട്ടിന് വേണ്ടി അവളുടെ വീടും പറമ്പും കിട്ടാനുള്ള മാർഗവും മമ്മി ഉണ്ടാക്കി. നിനക്കൊരു ശത്രു ഉണ്ടായ അവളെ വേരോടെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ മമ്മിക്ക് സമാധാനം കിട്ടുമോ? My sweet mommy. വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് താൻ? കൊള്ളാടോ, ഒരു മാസം താനോട് നിന്നാൽ ഈ നാട് മൊത്തം മുടിക്കുമല്ലോ. നിങ്ങളും നിങ്ങളുടെ മാനേജർമാരും ശ്രമിച്ചിട്ടും ആ സ്ഥലം കിട്ടിയില്ലല്ലോ. ഞാനൊരു ബുദ്ധി കാണിച്ചു. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ സിറ്റിയിലേക്ക് പഠിക്കാൻ പോവാ. സന്തോഷിക്കല്ലേ വേണ്ടത്. നിനക്ക് എന്താടി പറ്റിയേ? അമ്മ അറിയാതെയല്ലേ. അതിനിപ്പ എന്താ? അപ്പനറിയാം, ഏട്ടനറിയാം, പിന്നെന്താ കുഴപ്പം? വഴിനീളെ ഇതും ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നു ഇത്ര നേരം. കബനി, നിന്റെ അപ്പൂപ്പൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത്. നീ പോകുന്നത് തന്നെ നല്ലത്. പത്മിനി, പത്മിനി, ഈ കൊച്ചു എവിടെ പോയി കിടക്ക? മോളെ പത്മിനി. സാവിത്രിജി, രാധികേ, പത്മിനി അങ്ങോട്ട് വന്നോ? ഇല്ല, ഞാൻ കബനി അങ്ങോട്ട് എത്തിയോന്ന് അറിയാൻ ഇറങ്ങിയതാ. ദൈവമേ, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ മുറിയിൽ അവളില്ല. അതുമല്ല, അവളുടെ കുറെ ഡ്രസ്സും കാണാനില്ല. രാധിക, നമ്മളിനി കബനി എന്തൊക്കെ എടുത്തിട്ടുണ്ട്. അവൾ എന്നെ ചതിച്ചു എന്നാ തോന്നുന്ന സാവിത്രിജി. കല്യാണക്കാര്യം വേണ്ടെങ്കിൽ വേണ്ട, അതിനിങ്ങനെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്റെ മോള് പിന്നെ ആരെങ്കിലും ഒരാൾ തുള്ളി കൂടെ ഇറങ്ങി അങ്ങ് തുള്ളിക്കോളും. ഗണേശനുണ്ടോ അവിടെ? അവൻ ഇന്നലെ വന്നോ കിടന്നോ എന്നൊക്കെ ആർക്കറിയാം. നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കാത്ത നേർച്ചയല്ലേ അവന്. എന്ത് ചെയ്യും? ഇന്ന് അവളുടെ നിശ്ചയ. വരുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും ഈശ്വര? ഗംഗാധരേട്ടനോ? അച്ഛൻ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. സാവിത്രിജി വന്നേ, എവിടെയായാലും അവരെ കണ്ടുപിടിക്കണം നമുക്ക്.
പറ. ഞാനെന്ത് പറയാനടി, നിങ്ങളോട് പറഞ്ഞത് തന്നെ എന്നോടും പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒരു കാര്യം സത്യ, ചെറിയൊരു പ്രശ്നമായിരുന്നെങ്കിൽ അമ്മ അറിയാതെ നിന്നോട് നാട് വിടാൻ അപ്പൂപ്പൻ നിർബന്ധിക്കൂ? കാര്യം എന്തായാലും എന്നോടത് തുറന്നു പറഞ്ഞൂടെ? നിന്റെ അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യം പിന്നെ എങ്ങനെയാ നിന്നോട് പറയുന്നത്? എന്തായാലും മനസ്സിൽ തട്ടിയിരിക്കുന്നത് ചെറിയ പേടിയൊന്നുമല്ല. തൽക്കാലം നീ മറ്റൊന്നും ചിന്തിക്കണ്ട. അപ്പൂപ്പൻ തീരുമാനിച്ച പോലെ പോവുക നല്ലത്. അതേടി, നിന്നെ കാണാതെ അധികം പിടിച്ചു നിൽക്കാനൊന്നും നിന്റെ അപ്പൂപ്പന് പറ്റില്ല. നോക്കിക്കോ, കൂടിയ 1-2 ദിവസം, അത് കഴിഞ്ഞ അപ്പൂപ്പൻ നിന്നെ തേടി വരും. അത് സത്യം. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. തൽക്കാലം നിനക്ക് ആഗ്രഹമില്ലാത്ത ഈ വിവാഹം നടക്കരുത്. നിന്റെ പഠിപ്പ് നടക്കണം. ചെല്ല്, എന്തെങ്കിലും എടുത്തു വെക്കാനുണ്ടെങ്കിൽ എടുത്തു വെക്ക്. പിന്നെ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം അമ്മയുടെ അടുത്ത് നിൽക്കണ്ടേ? നീയും ചെല്ല്. ഞാൻ അമ്മയുടെ അടുത്തൊന്നും പറ്റി നിൽക്കാനൊന്നുമില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ചെന്ന് നിന്നാൽ തന്നെ അപ്പ അമ്മ ചോദിക്കും, എന്തോ കള്ളത്തരുണ്ടല്ലോ എന്ന്. എടി, നിന്റെ കാര്യമല്ല, കബനിയുടെ കാര്യം അങ്ങനെയല്ല. ഇവള് രാധികേച്ചിയുടെ അടുത്തുനിന്ന് മാറുന്നത് തന്നെ അപൂർവ. എന്താ കബനി ഇത്? ഗണേശേട്ടാ, അപ്പൂപ്പന്റെ അമ്മയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അമ്മ കരച്ചിൽ നിർത്തില്ല. നീ പേടിക്കേണ്ട കബനി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മയോട് കള്ളം പറഞ്ഞതോ ഒളിച്ചു വെച്ചതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്കതിന് പറ്റില്ല. പക്ഷെ ഇത് അപ്പൂപ്പൻ പോലും മറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് അമ്മ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേദനിക്കേണ്ടി വരുമായിരുന്നോ? ദാ, നിന്റെ അമ്മ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നിന്ന് സമയം കളയണ്ട. ചെല്ല്. സത്യം പറഞ്ഞ എനിക്കിവിടെ വിശ്വാസം ഇല്ല ഏട്ടാ. മിക്കവാറും പാതിരാത്രി ആകുമ്പോ ഇവൾ അമ്മയോട് കുറ്റസമ്മതം നടത്തും. അമ്മ ഇവിടെ കല്യാണോ നടത്തും. അതാ സംഭവിക്കാൻ പോകുന്നെ. അങ്ങനെ ഉണ്ടാവോ കബനി? ഒരു കാര്യം ഓർത്താ മതി, നിന്റെ അപ്പൂപ്പൻ ഭയക്കുന്നത് നിന്നെ ഓർത്ത് മാത്രമല്ല, നിന്റെ അമ്മയെക്കുറിച്ച് കൂടിയാ. തൽക്കാലം അപ്പൂപ്പനെ അനുസരിക്കാന്നുള്ളൊരു പ്രതിവിധിയെ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ചെല്ല്. ഗണേശേട്ടാ, എന്റെ അമ്മ കരഞ്ഞു വീണ് പോരുത്. ഞാൻ ഏട്ടന്റെ കൈകൾ ലയിപ്പിച്ചിട്ട് പോവാ.